ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറൊരു ടോപ്പിക് ഉണ്ട്, അതാദ്യം പറയുന്നതായിരിക്കും. FTX എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഞാൻ മുമ്പുള്ള എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, FTX എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ FTXൻ്റെ ഭാഗത്ത് നിന്ന് അവർ ഫണ്ട് FTX എക്സ്ചേഞ്ചിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടവർക്ക് അവർ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. റീഫണ്ട് എങ്ങനെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ 7% ഇൻട്രസ്റ്റും തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം അവർ 14 to 16 ബില്യൺ വരെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ക്രെഡിറ്റേഴ്സിനും നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ജിമെയിലൊരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് റീക്ലെയിം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ claims.ftx.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളിവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ കുറച്ചുകൂടി താഴെ പോയി കഴിഞ്ഞാൽ കണ്ടോ, ftx.com ആണ് ഇന്ത്യക്കാരെല്ലാം യൂസ് ചെയ്യുന്നത്. FTX US എന്ന് പറയുന്ന USA-യിലുള്ളവർക്കാണ്. അടുത്ത് ബ്ലോക്ക് ഫോളിയോ എന്ന് പറയുന്ന വേറെയാണ്. ബ്ലോക്ക് ഫോളിയോ മിക്കവരും ഫണ്ട് വെച്ചിട്ടില്ല. മിക്കവരും ഫണ്ട് വെച്ചിട്ടുള്ള ftx.com-ലും FTX യൂറോപ്പിലുമാണ്. ഇത് ജപ്പാൻ്റെ സൈറ്റാണ്, FTX ജപ്പാൻ. ഓക്കെ, ftx.com ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ്റെ അവിടെ നിങ്ങൾ നേരത്തെ യൂസ് ചെയ്ത ജിമെയിൽ ഏതാണോ അത് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാം. നിങ്ങൾ ഫോർഗറ്റ് പാസ്വേഡ് കൊടുത്തിരുന്നാലും നിങ്ങൾക്ക് ജിമെയിലിൽ റിക്വസ്റ്റ് വരുന്നതായിരിക്കും. അതനുസരിച്ച് വീണ്ടും തുടർന്ന് പോകാവുന്നതാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ബില്ല്, അതായത് വാട്ടർ ബില്ല് ആവട്ടെ അല്ലെങ്കിൽ ടെലിഫോൺ, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ബില്ല് കൊടുക്കുക. നിങ്ങളുടെ ഒരു പ്രൂഫ് ഓഫ് അഡ്രസ് ആയിട്ട് അത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പ വഴി എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി വെരിഫിക്കേഷൻ ഓക്കെ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ബില്ലാണെങ്കിലും വിഷയമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും PDF ആയിട്ടുള്ള ഫോർമാറ്റ് എടുത്ത് കൊടുക്കരുത്. നിങ്ങൾ കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു പേപ്പറിലുള്ളത് എടുക്കുക. എന്നിട്ട് അതിനെ ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലാതെ PDF ഫോർമാറ്റ് കൊടുക്കരുത്, അത് റിജക്റ്റ് ആവുന്നുണ്ട്. പലർക്ക് റിജക്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ പേപ്പറിൽ നിന്ന് നമ്മൾ ബില്ല് ഫോട്ടോ എടുത്തതിന് ശേഷം, മൊബൈലിൽ ഫോട്ടോ എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഓക്കെ ആകുന്നതായിരിക്കും. വെരിഫിക്കേഷൻ ഒരു 24 മണിക്കൂറിനകം, ചിലർക്ക് 1 മണിക്കൂർ 2 മണിക്കൂറിനകം വെരിഫിക്കേഷൻ ഓക്കെ ആയിട്ടുണ്ട്. വെരിഫിക്കേഷൻ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ പറയുന്ന അനുസരിച്ച് വീണ്ടും എന്നോട്ടാണ് അവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, അതനുസരിച്ച് ഉള്ള പ്രൊസീജിയർ വീണ്ടും പറയുന്നതായിരിക്കും. അതനുസരിച്ച് ഫണ്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് എക്സ്ചേഞ്ച് പൂട്ടിപ്പോയി കഴിഞ്ഞാലും 99% എക്സ്ചേഞ്ചും ഫണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, Bit4x എന്ന് പറയുന്നൊരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അത് ഈ ഇടയ്ക്ക് 2 മാസം മുമ്പ് പൂട്ടിപ്പോയി. ഫണ്ടെല്ലാം പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ട്രേഡ് സതോഷി, അത് പലർക്കും ഫണ്ട് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്, കുറേ പേർക്ക് കൊടുത്തിട്ടില്ല. ഇങ്ങനെ പല എക്സ്ചേഞ്ചും പൂട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റിസ്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ, ഞാൻ എപ്പോഴും പറയുന്ന റിസ്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക്കും കൂടുതലാണ്, നിങ്ങൾക്ക് പ്രോഫിറ്റും കൂടുതലാണ്. അതാണ് ക്രിപ്റ്റോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ഇനി മാർക്കറ്റ് അനാലിസിസിലോട്ട് വരാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 62,000-63,000 USD ആണ് നിൽക്കുന്നത്. നമുക്ക് ഗോൾഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഹൈ ട്രെൻഡാണ്, വീണ്ടും ഒരു പുതിയ ഹൈ നോക്കി പോവുകയാണ്. ഏകദേശം 2,366 അതുകൊണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ്, ഗോൾഡിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരു ഹൈ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ബിറ്റ്കോയിൻ്റെ അകത്തല്ലേ ക്രിപ്റ്റോയ്ക്കകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വേണമെങ്കിൽ ഡൗണിലോട്ട് വേണമെങ്കിലും വീഴാം. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ലോങ് ടൈമിന് വേണ്ടി മാത്രം കൂടുതൽ പ്രോജക്റ്റ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഷിബയുടെ കാര്യം കണ്ടോ. ഷിബ എന്ന് പറയുന്നത് ഏകദേശം ഒരു 2,000-2,300 റേഞ്ച് കുറച്ച് നാളായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് വേണമെങ്കിൽ ഒരു പമ്പ് പ്രതീക്ഷിക്കാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു പമ്പ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത് ഡോഗി എന്ന് പറയുന്നത് ഏകദേശം 0.05 ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. 0.23 വരെ പോയിട്ടുണ്ട്. $1 വരെ എൻ്റെ ഒരു ടാർഗറ്റ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡോഗിയുടെ പ്രൈസ് പറ്റി 0.15 തന്നെയാണ്. മിക്ക പ്രോജക്റ്റും ഡൗൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ആണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് പോയി കഴിഞ്ഞാൽ പല പ്രോജക്റ്റ് വീണ്ടും ഡൗണിലോട്ട് വീഴുന്നതായിരിക്കും. നമുക്ക് ഒംസാഗോ, OMG ഒക്കെ ഏകദേശം 0.67 ആണ് നിൽക്കുന്നത്. വീണ്ടും വേണമെങ്കിൽ ഡൗണിലോട്ട് വേണമെങ്കിൽ വീഴാം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് വരികയാണെങ്കിൽ. ഇനി അടുത്ത് MXC ടോക്കൺ എന്ന് പറയുന്നത് വോളിയം വളരെ കുറവാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ $6 ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. സിലിക്ക എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം ഡൗൺ തന്നെയാണ്. മിക്ക പ്രോജക്റ്റും ഡൗൺ തന്നെയാണ്. വെയിറ്റ് ചെയ്യുക.
ഏകദേശം നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസിനനുസരിച്ചിട്ടിരിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് ഡൗൺ ആവാതെ ഹൈയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും പുതിയൊരു ഹൈയിലോട്ട് വേണമെങ്കിൽ പോകാം. ഏകദേശം 62,000 63,000 USD നിന്ന് പെട്ടെന്നൊരു 68,000 USD റേഞ്ചിലോട്ട് പോകാം. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ഇനി പലരും കേട്ടൊരു ഡൗട്ടാണ്, വെർജ് ബൈ ചെയ്യണോ? വെർജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.005 താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. കണ്ടോ, ഇവിടെ പെട്ടെന്ന് മാർക്കറ്റ് ഒന്ന് അപ്പായിട്ടുണ്ട്. 0.005 നിന്ന് 0.007 വരെ പെട്ടെന്ന് ഹൈയിലോട്ട് പോയി. ഇതുപോലെ പെട്ടെന്ന് വേണമെങ്കിൽ ഒരു പമ്പിലോട്ട് പോകാം. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർ ലോങ് ടൈം മാത്രം ഫോക്കസ് ചെയ്ത് ബൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ കാർഡിനോയും ഡൗൺ എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. 0.46 ആണ് നിൽക്കുന്നത്. ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ലോങ് ടൈം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.